നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ കനയ്യകുമാർ പരാജയപ്പെടുമെന്ന് പ്രദീപ് ഗുപ്ത, മനോജ് തിവാരിക്ക് മുൻതൂക്കം. ഏറ്റവും അവസാന ദിവസങ്ങൾ പോലും രാഹുൽ ഗാന്ധി കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തിയ മണ്ഡലമാണ്. അതെ, ആക്സിസ് മൈ ഇന്ത്യ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചാന്ദിനി ചൗക്കും ന്യൂഡൽഹി മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് സാധ്യത. മീനാക്ഷി ലേഖിയെ മാറ്റി ബാൻസുരി സ്വരാജിനെ നിർത്തിയ പരീക്ഷണം ബിജെപിക്ക് ഗുണം ചെയ്യില്ല. ഇത് ശരിയെങ്കിൽ ബാൻസുരി സ്വരാജിന് അനുകൂലമാവില്ല. ന്യൂഡൽഹി മണ്ഡലം ഇപ്പൊ ന്യൂഡൽഹി മണ്ഡലമാണ് ഇന്ത്യയിൽ തന്നെ ബിജെപിക്ക് ഏറ്റവും അനുകൂലമായ ഇലക്ട്രേറ്റ് ഉള്ള മണ്ഡലം. അപ്പൊ ന്യൂഡൽഹി മണ്ഡലത്തിൽ ബിജെപി പരാജയപ്പെടുകയും അതേസമയം നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ബിജെപി വിജയിക്കുകയും ചെയ്യുന്ന സെനാരിയോ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. ഇതെല്ലാം ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കുകളാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുന്നേറുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതും പ്രദീപ് ഗുപ്ത പറഞ്ഞു. ചാന്ദിനി ചൗക്കിൽ ഇന്ത്യ സഖ്യത്തിന് സാധ്യത. രാജ്യത്തെ ഏറ്റവും ചെറിയ ഭൂവിസ്തൃതിയിൽ ഏറ്റവും ചെറിയ മണ്ഡലമായ ചാന്ദിനി ചൗക്കിൽ ഇന്ത്യ സഖ്യത്തിന് സാധ്യത. പ്രവീൺ ഖണ്ഡേവാളിനേക്കാൾ JP അഗർവാളിന് അവിടെ ഇന്ത്യ സഖ്യത്തിന് സാധ്യത കാണാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് എന്ന് മാത്രമല്ല വോട്ടിംഗ് രീതി, വോട്ടിംഗ് പാറ്റേൺ ഒക്കെ ആ നിലയ്ക്ക് വേണമെങ്കിൽ ചാന്ദിനി ചൗക്ക് അവിടെ 2 സീറ്റ് പറയുമ്പോൾ ന്യൂസ് നേഷൻ പ്രവചിക്കുന്നത് 7 സീറ്റും ബിജെപിക്കാണ്. ജൻകി ബാത്തും പ്രവചിക്കുന്നത് 353 മുതൽ 368 സീറ്റുകൾ വരെയാണ്. ഓപ്പോസിഷൻ 133 സീറ്റുകളിലേക്ക് ചുരുങ്ങും എന്നും പി മാർക്കിന്റെ സർവേ ഫലം പുറത്തു വരുന്നു. നമുക്കിതാ ഡൽഹിയിലെ വിവിധ ഫലസൂചനകളുമായി വരുന്ന ട്രക്കാണ്. 6 മുതൽ 7 പരമാവധി 1 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ 2 തവണയും നമ്മൾ കണ്ടത് ക്ലീൻ സ്വീപ്പാണ്. ഇത്തവണയും ക്ലീൻ സ്വീപ്പ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഏജൻസികൾ മാത്രം ഓരോ സീറ്റ് വേണമെങ്കിൽ ഒരു പക്ഷേ ഒരു സീറ്റ് എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് പ്രവചിക്കുന്നു. അതും 2 ഏജൻസികൾ മാത്രം. വന്നിട്ടുള്ളതിൽ മഹാരാഷ്ട്രയും ബീഹാറും ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെല്ലാം BJPയുടെ വലിയ മുൻതൂക്കം. ബീഹാറിൽ അപ്പോഴും വലിയ തോതിൽ അടിപറ്റുന്നില്ല. മഹാരാഷ്ട്രയിൽ പക്ഷേ ഈ വർഷാവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു ചെല്ലുന്ന മഹാരാഷ്ട്ര പക്ഷേ രാഷ്ട്രീയം കൂടുതൽ ചലനാത്മകമാകും. അവിടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് അവിടെ ഷിൻഡെ സർക്കാരിനെതിരെയുള്ള വികാരം, അത് അവിടെ ആന്റി ഇൻകംബൻസി ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം BJP കൂടെ കൂട്ടിയ 2 കക്ഷികളിലെയും ദൗർബല്യം, ഇതൊക്കെ ഒരു പക്ഷേ ഇതാണ് ഫലം എങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഘടകകക്ഷികളെ വിശ്വാസമില്ലാത്ത ഒരു പ്രചാരണ പദ്ധതി കൂടിയായിരുന്നു അവിടെ ആസൂത്രണം ചെയ്തത്. വീണ്ടും പറയുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വിലപേശൽ ശേഷിയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു ഫലസൂചന തന്നെയാണ് BJP മഹാരാഷ്ട്രയിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. 23-26 ആയി എങ്കിൽ BJPക്ക് ആനന്ദിക്കാം. പക്ഷേ